എൻ്റേതാണ്. ഇതിൻ്റെ അത് വരുന്നൊരു വിഷയം, മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ മക്കളാണല്ലോ ഇവർ രണ്ടുപേരും. പക്ഷെ ഒരാൾ ഇളയാൾ, ഒരാൾ മൂത്ത ആളും. വ്യത്യാസം എന്താണ്? ഒരാൾ ഓഹരി കിട്ടിയപ്പോൾ അപ്പനുണ്ടേക്ക് എന്ന് അകന്നകന്ന് പോയി. മറ്റയാൾ എന്താണ്? അപ്പനെന്താ പറയണത്? എൻ്റെ മകനെ നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ മക്കളായിട്ട് കാര്യമില്ല, അപ്പൻ്റെ കൂടെ ഉണ്ടാ ഇല്ല എന്നാണ് പ്രശ്നം. പിടികിട്ടിയ? മക്കളാണെങ്കിൽ അവകാശികളാണെന്ന്. രണ്ടും അവകാശികളാണല്ല. അപ്പം അവകാശികളെക്കാളും ആരാണ് അപ്പൻ്റെ കൂടെ എപ്പോഴും ഉള്ളത്, ആരാണ് വിദൂരദേശത്തേക്ക് പോയി കളയണത്, അതാ ദൈവത്തിൽ നിന്ന് അകന്നു പോണത്. അതോടുകൂടി ഇവരുടെ അവകാശം ക്രമേണ അതായത് അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയ്ക്ക് മാറും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെന്തൊക്കെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അധ്വാനിച്ചാലും നമ്മൾ ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും അധ്വാനിക്കണത്, അല്ലേ? അവരെന്തെങ്കിലും പൊട്ടങ്ങൾ കളിച്ചാൽ, ഇപ്പം എനിക്കൊരു ആസ്ട്രേലിയയിൽ നിന്ന് പണ്ട് ഒരു അപ്പനും അമ്മയും വരുമായിരുന്നു, ആസ്ട്രേലിയയിൽ നിന്ന്. അപ്പനും അമ്മയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മകന് എപ്പോഴും 1 കോടി രൂപ കൊടുത്തുകൊണ്ടിരിക്കണം. 3 മാസം കൂടുമ്പോൾ 2 1 കോടി എന്ന് വെച്ചാൽ അവൻ അവിടെ എന്തോ ഒരു ഗാംബ്ലിംഗ് ബിസിനസ് നടത്തുകയാണ്. അപ്പോഴേ അവനൊരു സംശയം, എന്താണ്? ഇവർ കോടീശ്വരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് അധികം സംസാരിച്ചുമില്ല. കാര്യം എന്താണ്? ഞാൻ എൻ്റെ മാറ്റർ മാത്രമേ സംസാരിച്ചുള്ളൂ. കാര്യം ഇവിടെ പണം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ദൈവം കൂടെ നിന്നാൽ വേറെ ഒന്നിൻ്റെയും ആരുടെയും ആവശ്യം ഉണ്ടാകത്തില്ല. ഇപ്പോൾ 10:4 പറഞ്ഞില്ലേ, ലൂക്കാസ് സുവിശേഷം എന്താ പറഞ്ഞത്? അതൊരു നിലപാടാണ്. ലൂക്കാസ് സുവിശേഷം 10:4. അപ്പോൾ എന്താ? ഈശോ 2 പേരായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടും. 2 പേരായിട്ട് ഈശോ ആൾക്കാരെ പറഞ്ഞു വിടുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. അപ്പം നിസ്സാര കാര്യമാണ്. ആൾക്കാരെ ഹൈ എന്ന് പോലും പറയരുതെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം, യേശുവിൻ്റെ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഒരു മനുഷ്യൻ, ഇപ്പോൾ ഒരാളെ പോകുമ്പോൾ നമുക്കാകുമ്പോൾ ചിരിച്ച് കാണിച്ച്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചെന്ന് വിചാരിച്ചോ, അതുകൊണ്ട് നഷ്ടമൊന്നും വരാൻ പോണില്ല. പക്ഷേ ഈ ദൈവികമായ ദൗത്യത്തിന്, ദൈവത്തിന് പ്രാധാന്യമുള്ള ദൗത്യത്തിന് പോകുമ്പോൾ നമ്മൾ ആരെയും സ്വപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അഭിവാദനം ചെയ്യരുതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സ്വപ്പെടരുതെന്ന് എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഇവനെ നമ്മൾ അഭിവാദനം ചെയ്തില്ലെങ്കിൽ അവൻ നമുക്കിട്ടൊരു പണി തന്നാൽ എന്തിരിക്കും? അതുകൊണ്ട് പേടി അതിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? പേടിയാണ്. നിങ്ങൾ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെക്കാൾ ആരെ പേടിക്കണം? അങ്ങനെ വചനമില്ലേ 12? കാരണം 12:5 ലൂക്കാസ് വിശേഷമാണ് 12:5 നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. കണ്ട അണ്ടകഴിഞ്ഞ അടകോടനെ വായി നോക്കണ എല്ലാത്തിനും നാട്ടുകാരെയൊക്കെ എല്ലാത്തിനും നമ്മൾ ചിരിച്ച് കാണിക്കണം, ഭയപ്പെടുന്ന, നമ്മൾ അഭിവാദനം ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്കൊട്ടൊരു പണി കിട്ടല്ലേ, പരവെക്കല്ലേ കേട്ടാ, എങ്ങനെയും ജീവിച്ച് പോട്ടെ, പിഴച്ച് പോട്ടെ എന്ന് നമ്മൾ അവനോട് പട്ടാങ്ങി പറയുകയാണ്. അതാണ് പ്രശ്നം. ഞാൻ എങ്ങനെയെങ്കിലും പിഴച്ച് പോട്ടെ എന്ന് പറഞ്ഞാൽ അവനോട് പട്ടാങ്ങി പറയുകയാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ പ്രസരണ നഷ്ടം ഉണ്ടാവും. അതാണ് പ്രശ്നം. ഇവിടെയാണ് ഘട്ടൻ്റെ, അതായത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഘട്ടൻ്റെ നിലപാടാണ്. നമ്മൾ പ്രസരണ നഷ്ടം ഉണ്ടായാൽ ദൈവത്തെക്കാളുപരി നമ്മൾ മനുഷ്യനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അതാണ് 12. അപ്പോൾ അത് ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് അകന്നു പോകണത്. ഇപ്പം ഇളയ മകൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, മൂത്ത മകൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. അപ്പോൾ എങ്ങനെയാണ് അകന്നു പോകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്? ദൈവത്തെക്കാൾ പ്രാധാന്യം വ്യക്തികൾക്കോ വസ്തുവിനോ ബന്ധങ്ങൾക്കോ. ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയായ ലൈന വല്ലതുമാണ്. അപ്പോൾ അവൻ പറഞ്ഞ് എടി
എനിക്ക് സംസാരിക്കണം, നീ ഇന്ന് പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകത്തില്ല. അവളെ തീർന്ന സംഭവം. അതായത് അവൻ്റെ കസ്റ്റഡിയിലായിപ്പോയി. കാര്യം അവനാ റിമോട്ടിൽ ഇവളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. ഈ ആധ്യാത്മികതയെ എങ്ങനെ ഡാമേജ് ആക്കുന്നു എന്നുള്ളത് റിലേഷനിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണത്. ഒരു നിലപാടാണ്. ഇപ്പോൾ ആശീർവാദത്തിൻ്റെ വിഷയം തന്നെ 5:47 മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ എന്താ ഈശോ പറയണത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ എന്ത് മേന്മയാ, വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? മനസ്സിലായില്ല? അപ്പം നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യരുത് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി ആരെയും സോപ്പിടരുതെന്നതിൻ്റെ അർത്ഥം. അത് വിശ്വാസം എന്നുകൊണ്ട് ഭയങ്കര രസമാണ്, പ്രസരണ നഷ്ടം ഉണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്താണ്? 5:47 പറയണത്. മത്തായിയുടെ സുവിശേഷം 5:47 എന്താ പറയണത്? നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ വിധിയായി നിങ്ങൾ എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? ദൈവവേദന. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അവകാശം, മക്കളുടെ അവകാശം. രണ്ടുപേരും അവകാശികളാണ്. ഒരാൾ അവകാശം കൊണ്ട് അപ്പനിൽ നിന്ന് അകന്നുപോയി, മറ്റേ ആൾ അവകാശത്തോടു കൂടി അപ്പൻ്റെ കൂടെ ജീവിച്ചു. എങ്ങനെ അപ്പനിൽ നിന്ന് അകന്നു പോകുന്നു, എങ്ങനെ അപ്പൻ്റെ കൂടെ ജീവിക്കുന്നു എന്നാണ് ഇപ്പോൾ അച്ഛനിലൂടെ ഈശോ പറയണത്. നേരത്തെ പറഞ്ഞത് എന്താണ്? അഭിവാദനം പോലെയുള്ള മറ്റവരെ പേടിച്ചിട്ട് സോപ്പിടാൻ വേണ്ടി മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഭൗതിക അടിമകളായി മാറരുത്. അങ്ങനെ വന്നാൽ അപ്പനിൽ നിന്ന് അകന്നു പോകും. യു ഗോട്ട് ദ പോയിന്റ്. പിടിയിട്ടൊക്കെ ഇതാണ് എൻ്റെ സത്യം. പക്ഷേ ബേസിക്കായിട്ട് ദൈവം എന്താ പറയണത്? 5:47 മത്തായി സുവിശേഷം എന്താ പറയണത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്താൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം എൻ്റെ അർത്ഥം അഭിവാദനം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്പിരിറ്റിലായിരിക്കണം. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? അഭിവാദനം മാത്രം പോരാ. എന്താണ്? സ്നേഹിക്കുന്നവരെ മാത്രമല്ല അഭിവാദനം ചെയ്യേണ്ടത്, പിന്നെന്ത് ചെയ്യണം? ശത്രുക്കളെ അഭിവാദനം ചെയ്യണം. അതെന്തിൻ്റെ പേരിലാണ്? ദൈവസ്നേഹത്തിൻ്റെ പേരിലാണത്. അല്ലാതെ അവരെ ഭയപ്പെട്ടിട്ടല്ല. ചില ഗുണ്ടകളൊക്കെ ചില നാട്ടിലൊക്കെ ഉണ്ടാകുമല്ല. അപ്പോൾ ഗുണ്ടകളെ കാണുമ്പോൾ നമ്മൾ ആൾക്കാരെന്ത് ചെയ്യും? പുരുവാരുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പല 100 കൊടുത്താൽ മതിയല്ല. അങ്ങനെ കൊടുത്ത് സോപ്പിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും ആൾക്കാരോട്. അതായത് നമ്മുടെ ഈ വെള്ളം അടിക്കുന്ന പാടിയില്ലേ, അവർക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുമ്പോൾ തന്നെ മാന്യം മര്യാദക്ക് വന്ന് സ്നേഹത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ല. പക്ഷെ അവൻ വന്ന് 2 ഉറുമ്പോൾ നമ്മുടെ 200 രൂപ 500 രൂപ കൊടുക്കും. ഇതെല്ലാം നീ ദൈവത്തിൽ നകന്നു പോണ പരിപാടിയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? അവിടെ കക്ഷത്ത് പോകാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൊട്ടക്ഷൻ പ്രേരണ വേണ്ട നമുക്കവിടെ. വയ്യാവേദികളൊക്കെ നമ്മൾ പ്രൊട്ടക്ഷനാണ് വേണ്ട. കർത്താവേ, ആടത്തും കൊണ്ട് എൻ്റെ തല വെച്ച് കൊടുക്കാനുള്ള അനുവാദം ഉണ്ടാക്കല്ലേ, ഇഷ്യൂ ഉണ്ടാക്കല്ലേ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 81-ാമത്തെ സങ്കീർത്തനം കേട്ടോ, 81-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അടുത്ത വായിച്ചോളൂ. അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മളെ വേദനിപ്പിക്കുകയും നമ്മുടെ കഴുത്തേക്ക് കയറാൻ വേണ്ടി വരുന്നവന്മാരെ ഒതുക്കുക എന്നുള്ളത് നമ്മുടെ പരിപാടിയല്ല. അതാണ് സങ്കീർത്തനം 81:13. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയാണ് സംഭവം. അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശത്രുവിനെ അതിവേഗമാണ്, സ്പീഡാണ്, ഭയങ്കര അതിവേഗം നിൻ്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അപ്പോൾ ദൈവവചനം അനുസരിച്ച് നമ്മൾ കർത്താവിൻ്റെ വേല കൃത്യമായിട്ട്, പല ആൾക്കാർക്കും അങ്ങനെയാണ്. മാന്യം മര്യാദയ്ക്ക് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ശത്രുതയില്ല. ശത്രുതയെല്ലാം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. അപ്പം അത് നിലപാടിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ അവനെ പേടിക്കുകയാണ് എന്ന് വെച്ചാൽ പതുക്കെ നമ്മൾ അവകാശം നഷ്ടപ്പെട്ട്
ധൂർത്തപുത്രനെ പോലെ അകന്നകന്ന് പോണ പോലെ തുല്യമാണ്. അപ്പം എല്ലാം ഒരു നിലപാടാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാർത്ഥന ചെല്ലുന്ന പരിപാടിയല്ല. അത് സുവിശേഷ വിഹിതമായ ഒരു നിലപാട്, പ്രശ്നങ്ങളോടുള്ള ഒരു നിലപാടാണത് കാര്യം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താ? വിശ്വാസമാണ് അടിസ്ഥാനം. വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2 രാജാക്കന്മാർ 7:1 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വചനം. എലീശ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കൽ 2 അളവ് ബാർലിയും 1 ശെക്കലും വിൽക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതിൻ്റെ വിഷയം ഇതാണ്. അതായത് സമറിയയുമായിട്ട് യുദ്ധം, ഇവർക്ക് ഉപരോധം, ആർക്ക്? ഇസ്രായേലിന് ഉപരോധം. അപ്പോൾ ഉപരോധത്തിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു അളവ് ബാർലിക്ക് 8 കഴുതയുടെ തലയുടെ വിലയാണ് മാർക്കറ്റിൽ. അപ്പം അത്രയും വില കൂടി. പക്ഷേ എലീശ പറയണത് നാളെ ഈ സമയത്ത് സമറിയയുടെ കവാടത്തിൽ 1 ശെക്കലിന് ഒരളവ് നേരിയ മാവ് വെച്ചാൽ വെറുതെ കൊടുക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ഇത്രയും ദാരിദ്ര്യ കോടിയിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് നാളെ ഈ സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ ഈ ദാരിദ്ര്യം മാറുമെന്നാണ് പറയണത്. പീഡിയ ഒരു രാജ്യത്തിൻ്റെ ദാരിദ്ര്യമാണ് അത്. 2 രാജാക്കന്മാരുടെ 7:1-2-3 വചനങ്ങളാണ്. അതായത് മഹാദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന ഒരു സംഭവം. ബാർലിയോ അല്ലെങ്കിൽ ഗോതമ്പോ പൊടിയോ ഒന്നും കിട്ടാനില്ല. അതിനൊക്കെ പണ്ടാര വിലയാണ്. അപ്പോൾ ആൾക്കാർ പട്ടിണി കിടന്ന് ദ്രവിക്കുന്ന സമയത്താണ് ഈ പ്രവാചകൻ പറയുന്നത് നാളെ 24 മണിക്കൂറിനുള്ളിൽ ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമെന്ന് പറയും. അത് പറയുമ്പോൾ ഹോസേ രാജാവിൻ്റെ ചുമലിൽ ഹോസേ രാജാവ് എൻ്റെ സേനാനായകൻ, അയാളാണല്ലോ യുദ്ധത്തിൻ്റെ വീരൻ, അയാൾ ഈ രാജാവിൻ്റെ ചുമലിങ്ങനെ ചാരിക്കിടന്നുകൊണ്ടിങ്ങനെ ചോദിക്കും. ആ കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലിങ്ങനെ തുറന്നാൽ പോലും ഇത് നടക്കുന്ന കാര്യം വല്ലതും ആണെന്ന് ചോദിക്കും. വിശ്വസിക്കണില്ല അയാൾ. അപ്പോൾ എലീശ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ടാണ്, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും. എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, അനുഭവിക്കത്തില്ലെന്ന്. അതാണ്, അവകാശം ഉണ്ടാവും പക്ഷേ അനുഭവമില്ല. ഇതൊരു സീരിയസ് വിഷയമാണ്. മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണെന്ന് പറയും, പക്ഷേ അവകാശം കൊണ്ട് കാര്യമായില്ല, അനുഭവിക്കാനുള്ള യോഗ്യത വേണം. അവകാശം മക്കളാണെങ്കിൽ റോമ 1:17 മക്കളാണെങ്കിൽ അവകാശികളാണ്, പക്ഷേ അവകാശികളായതുകൊണ്ട് അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് പറയണത്. നീ ഇത് കാണും. എലീശ പറയണതാണ്, നാളെ ഈ സമയത്ത് ഇവിടെ ഗോതമ്പും ബാർലിയും ഒക്കെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഇയാൾ ചോദിക്കും, ഞാനതൊന്നും വിശ്വസിക്കത്തില്ല, കർത്താവ് നേരെ ആകാശം തുറന്നു തന്നാൽ പോലും ഇതുപോലെ നടക്കണ കാര്യമാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കണ കാര്യങ്ങൾ വലത് നടക്കണ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അവകാശം പോണ വഴി കണ്ടില്ലേ? അവകാശമുണ്ട്, പക്ഷെ എന്താ പറയണത്? എന്താ? അനുഭവിക്കാൻ യോഗ്യതയില്ല. അവകാശമുണ്ട്, പക്ഷെ അനുഭവിക്കാൻ യോഗ്യതയില്ല. എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിൽ, വലിയ അവകാശികളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റണില്ല അവർക്ക്. പല കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ എലീശ പറയണത് എന്താണ്? ഇത് അവിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നീ ഇത് കാണും, ഇങ്ങനെ കർത്താവ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഇതിൻ്റെ നാടിൻ്റെ പട്ടിണി മാറ്റണം നീ കാണും. പക്ഷേ ഒരു പിടി പോലും അതിൽ നിന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സമറിയയുടെ കവാടം തുറന്നത് കർത്താവ് ഒരു കുതിരയുടെ സ്വരം ഇവരെ കേൾപ്പിക്കും. സമറിയക്കാരെ വലിയ ഭയങ്കരമായ യുദ്ധസന്നാഹത്തിൻ്റെ സ്വരം ഇവരെ വിസിൽ കേൾപ്പിക്കണേ. ഇവർ പെരുണ്ട് ഓടും. ഭയങ്കര സൈന്യം ആക്രമിക്കാമെന്ന് പറഞ്ഞ് ഓടിക്കഴിയുമ്പോൾ പാളയം
ആരുമില്ലാത്ത രീതിയിൽ ഗോതമ്പ് ചാക്കുകളും അരിച്ചാക്കുകളും നിറച്ച് കിടക്കണം. ഉടനെ ഒരു 2 കുഷ്ഠരോഗികൾ വന്നത് കണ്ടുപിടിക്കും. ജനങ്ങളോട് പറയും, പാളയത്ത് മുഴുവനും ഗോതമ്പും ബാർലിയും പൊടിയാണെന്ന് പറയും. വാട പോലെ കൂട്ടിയിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഓടും. അപ്പോൾ ഈ സേനാനായകനാണ് രാജാവ് ഏൽപ്പിക്കണത് ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി. പാളയത്തിലൊക്കെ വിടാൻ വേണ്ടി ജനങ്ങൾക്ക് നിയന്ത്രിക്കണ്ടേ, അതിനു വേണ്ടി. അപ്പോൾ അയാളെ നിയന്ത്രിക്കാൻ വേണ്ടി കവാടത്തേക്ക് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ജനങ്ങൾ പട്ടിണി കിടന്നിട്ട് എത്രയോ ദിവസങ്ങളായി അവരിങ്ങനെ പരവേശവും ഇതുകൊണ്ട് ആക്രാന്തം കൊണ്ട് എല്ലാം കൊണ്ട് ഇടിച്ച് തല്ലി പാളയത്തിൽ കയറുമ്പോൾ ഇയാൾ താഴെ വീഴുമ്പോൾ ജനങ്ങൾ അയാളുടെ മുതുകത്തോട് കയറിപ്പോയി നട്ടെല്ലൊടിഞ്ഞു പോകും, ചത്തുപോകും. അതാണ് എലീശ പറയണത്. അവകാശം നീ കാണും, പക്ഷെ അനുഭവിക്കത്തില്ല. ദൈവവേദനയെ അവകാശം, മക്കളാണെങ്കിൽ അവകാശികളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളെന്ന് കൂടെ പൗലോസ് പറയുന്നുണ്ട്. അത് ആൾക്കാർ കേൾക്കത്തില്ല. കാര്യം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി, മക്കളാണെങ്കിൽ അവകാശികളാണ്. പിന്നെന്താണ്? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ നമുക്കെന്താ കിട്ടണത്? നിത്യത എന്നാണ് കിട്ടുന്നത്. എൻ്റെ ദൈവവേദനെ, എൻ്റെ മകനെ 15:31 പറഞ്ഞ എന്താണ്? മൂത്ത മകനോട് പറഞ്ഞാൽ, എൻ്റെ മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയാണല്ലോ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ നിത്യത വരെയാണ് പറയണത്. അപ്പം നമ്മൾ ഓർക്കും നമ്മളെ ജോലിയിട്ട് താമസിച്ചു, അല്ലെങ്കിൽ എല്ലാവരും കിട്ടുന്ന പോലെ എനിക്ക് പെൻഷൻ സമയത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഭാഗോടമ്പഴ ചെയ്തിട്ട് ചേട്ടൻ്റെ അനുജൻ്റെ സ്ഥലത്താണ് കൂടുതൽ വിളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് എപ്പോഴും ഓരോ കാര്യം, നമുക്ക് എപ്പോഴും ഈ അലവലാതി മനുഷ്യർക്ക് എപ്പോഴും ഇങ്ങനെ പ്രാക്കുവേട്ട വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ തല്ലിക്കൊല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷെ നമുക്ക് തല്ലിക്കൊള്ളാൻ പറ്റത്തില്ല, പറയാനേ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ അവർ പ്രാക്കപ്പെട്ടവരാണ്. കാര്യം ദൈവിക വഴികൾ അറിയാൻ പാടില്ല. എല്ലാത്തിൻ്റെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസ്ഥയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പിതാവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, പക്ഷേ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്. അപ്പോൾ എന്താണ്? ഈ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമുക്ക് ഇങ്ങനെ ചക്കരയും പീരയുമായിട്ട് കൈ കിട്ടുന്നതിനേക്കാൾ ഉപരി നിത്യത വരെയാണ് ഇതിൻ്റെ അത് ഉദ്ദേശം. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളല്ലേ? അപ്പോൾ എന്നാ സംഭവിക്കണത്? കർത്താവിൻ്റെ കൂടെ നിത്യതയാണ് ഏറ്റവും വലിയ അവകാശം. വി ഗോട്ട് ദ പോയിന്റ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? അപ്പം നിത്യതയാണ് ഏതെങ്കിലും വിഷയത്തിലെ സ്ഥാവര ജംഗമ ഭൗതികമായ ആനുകൂല്യങ്ങളിലെ നിൻ്റെ കൂടപ്പുറപ്പിനേക്കാൾ കുറവാണ് നിനക്കെങ്കിൽ യു മസ്റ്റ് റിജോയ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ കർത്താവിൻ്റെ മുമ്പിൽ ആഹ്ലാദിക്കണം. എന്താ കാര്യം? ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഭൗതികമായ ആനുകൂല്യങ്ങൾ, അതിൻ്റെ അവസാനം എന്താണ്? ഈ ശരീരം തന്നെ ഉപയോഗിച്ച് അത് പോകും. പക്ഷേ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളെന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പക്ഷേ ഏറ്റവും വലിയ അവകാശമുണ്ട്. അതെന്താ? നിത്യതയാണ്. എൻ്റെ ദൈവവേദനെ ഏതെങ്കിലും കാരണങ്ങൾ, ഇപ്പം നമ്മൾ തന്നെ ചില ആൾക്കാർ ചോദിക്കത്തില്ലേ, എള്ളുണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പുഴുങ്ങ ഉണങ്ങണത് എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കും. എള്ളുണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പുഴുക്ക് ഉണങ്ങണത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിക്കണത്. എൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം മകനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, മരുമകളെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അയൽവാസിനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം. ബാംഗ്ലൂരാണ് പരീക്ഷ നടക്കുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കൂടെ ഒരു കൂട്ട് പോകണം. ആൾക്കാർ പ്രഗ്നൻ്റാണ്, അതുകൊണ്ട് കൂട്ട് പോകണം. അപ്പോൾ കൂട്ട് പോകുമ്പോൾ അവളെന്ത് ചെയ്യും? ആ പരീക്ഷ പാസ്സായി അവിടെ നേഴ്സാകും. അവിടെ എണ്ണ ഉണങ്ങണത് എന്തിനാണ്? എണ്ണ കിട്ടാൻ. അതിൻ്റെ കൂടെ പോണ പാറ്റാപ്പുഴയ്ക്ക് എന്ത് കിട്ടാനോ? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ആൾക്കാർ വിഷയങ്ങളെ എടുക്കണത്. ഈശോ പറഞ്ഞത് എന്താണ്? നീ പാറ്റാപ്പുഴക്കായിട്ട് അവിടെ നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ കിട്ടാത്ത കാര്യം ഞാൻ നിനക്ക് തരും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ കിട്ടത്തില്ല, അവളുടെ കാര്യം ജോലി സഹായിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിശേഷ വിധിയായി നിങ്ങളുടെ സഹോദരങ്ങളെ മാത്രമേ. ഇപ്പോൾ 6:38 ഇല്ലേ ലൂക്കാസ് വിശേഷം, അതായത് 6:38 ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത വചനം വായിച്ചേ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക.
മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നതിനോട് തിരികെ ചോദിക്കരുത്. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നതോട് തിരികെ ചോദിക്കരുത്. മക്കളെ, ഇതൊക്കെ ഈ വചനങ്ങളെ കേട്ടിട്ട് ഈ ജന്മത്തിൽ ഇത് നടക്കില്ല നിങ്ങൾക്ക് തോന്നണില്ലേ? കാരണക്കുറി അടിക്കണവന് മറ്റേ കാരണം ആര് കാണിച്ചു കൊടുക്കാനാ? ഇല്ല. അതുപോലെ തന്നെയാണ് ചോദിക്കുന്നവരൊക്കെ കൊടുക്കുക, വായ്പയ്ക്ക് വന്നത് ഒഴിഞ്ഞു മാറരുത്. ഇങ്ങനെ കർത്താവിൻ്റെ കുറേ വചനങ്ങളാണ്. എന്നിട്ട് ഈശോ ചോദിക്കണം എന്തറിയാമോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിൻ്റെ അവകാശങ്ങൾക്ക് ഉള്ളതെന്ന് ചോദിക്കും. അതായത് ചില വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ ചെയ്യാൻ പറ്റാത്ത വചനങ്ങളാണ്. ചെയ്യാൻ പറ്റുന്ന വചനങ്ങളല്ല, ചെയ്യാൻ പറ്റാത്ത വചനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത വചനങ്ങൾ ഈശോ പറയണത്? അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണ ആൾക്കാരുണ്ട്. അതാണ് സംഭവം. നിത്യത എന്ന് യേശുക്രിസ്തുവിനെ എന്തിനാണ്? ഇതെല്ലാം കഠിന വചനങ്ങളല്ലേ? ഈ കഠിന വചനങ്ങൾ സാധാരണ ABCD ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ വചനമേ എന്ന് പറഞ്ഞ് ഈശോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കക്ഷികളുണ്ട്. അവർ കണ്ണക്കുട്ടി അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കണ്ണം കാണിച്ചു കൊടുക്കും, കറക്റ്റായിട്ട് കാണിക്കുന്നത്. പക്ഷേ അത് 10,000-ൽ ഒരാളായിരിക്കും ചിലപ്പോൾ. എന്താ പ്രശ്നം? അവന് ITI അല്ല വേണ്ടത്, അവന് IAS വേണ്ടത്, IAM ഒക്കെയാണ് വേണ്ടത്. ആത്മീയത്തിൽ IAM പാസ്സാകാനാണ് അവൻ്റെ സിലബസ്. അതാണ്. ITIക്കാർ പറയും എനിക്ക് പറ്റത്തില്ല, സിലബസ് കട്ടിയാണെന്ന് പറയും. സിലബസ് ഒരിടം കട്ടിയല്ല. സിലബസ് യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിലബസും കട്ടിയല്ല യേശുവിൻ്റെ. യേശു എന്താ പറഞ്ഞത്? അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, എൻ്റെ ഭാരം ലഘുവാണ്. തീർന്നില്ല പ്രശ്നം. എൻ്റെ സിലബസ് ലഘുവാണെന്ന് പറഞ്ഞിട്ട് കണ്ടത്. ITIക്കാരൻ പോയി IAM എഴുതുമ്പോഴാണ് അവന് പ്രശ്നം വന്നത്. അല്ലാതെ IAMൻ്റെ സിലബസ് അല്ല പ്രശ്നം. ഇറ്റ് ഇസ് നോട്ട് മെൻ ഫോർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണത് എന്താണ്? കർത്താവേ, ഈ കഠിന പദങ്ങളിലാണ് നിത്യത ഇരിക്കുന്നത്. ക്യാഷ് ആൻഡ് കൈൻ്റെ പൊട്ടടിക്കണ കേസൊക്കെ ഇരിക്കുന്നത് ലഘുപദങ്ങളാണ്. അത് ആർക്ക് വേണമെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റും. കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. രണ്ടുടുപ്പുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതൊക്കെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ആളുള്ളവർക്ക് ലളിതമായിട്ട് ചെയ്യാം. മറ്റെന്താ പറയണത്? നിന്നോട് ചണ്ടകൾ ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലെങ്കിൽ കൂടി കൊടുക്കാൻ പറയുമ്പോൾ അത് കഠിന പദമാണ്. കഠിന പദങ്ങൾ എന്തിനുള്ളതാണ്? അത് നിത്യതയെ മാത്രം. അതാണ് ഞാൻ അച്ഛൻ പറഞ്ഞത് 8:17. നിങ്ങൾ അവകാശികളാണ്, പക്ഷേ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ഈ കൂട്ടവകാശികൾക്ക് വരുന്ന പ്രശ്നം അവിടെ ടെസ്റ്റ് ഇത്തിരി കട്ടിയുള്ള ടെസ്റ്റായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ കൂട്ടവകാശിയല്ല. ആ ഒരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. കാര്യം അതെല്ലാം തീരും ഇവിടെ. ഇപ്പോൾ മോഡിജിയുടെ കൂട്ടവകാശി ആയാലും ആരായാലും നമ്മൾ എത്രയോ പ്രധാനമന്ത്രിമാരെ കണ്ടു, എത്രയോ പ്രസിഡന്റുമാരെ കണ്ടു. അവരുടെ സെക്രട്ടറിമാരൊന്നുമില്ല ഭൂമിയിൽ, എല്ലാം തീർന്നു, ഓവറായി. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാ, യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിക്കുള്ള ഗുണം എന്താ? അത് നിത്യതയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കഠിന പദങ്ങൾ നമുക്ക് തരുമ്പോൾ ആ സിലബസ് ഇത്തിരി കട്ടിയാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അത് ചെയ്യുന്നവരുണ്ട്, അതിനുവേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൽ നിന്ന് അവരൊന്നും ഉദ്ദേശിക്കണില്ല. കാര്യം ഉണ്ണാനോ ഉടുക്കാനോ ഉറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒക്കെ താങ്ക് യു വെരിമച്ചെന്ന് പറയും. പക്ഷെ അവർ യേശുവിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യേശു മാത്രം കൊണ്ടുവന്ന വേറെ മതസ്ഥാപകർ ആരും കൊണ്ടുവരാത്തൊരു സംഭവമുണ്ട്. എന്താണ്? നിത്യത. ഈ നിത്യതയ്ക്ക് വേണ്ടിയാണ് യേശു വചനങ്ങൾ, കഠിന വചനങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ നിത്യതയിൽ പോലും നമുക്കൊരു നിലനിൽപ്പ് കിട്ടുക. അപ്പോൾ എല്ലാവരും ചോദിക്കും, എല്ലാവരും ചത്ത് അവസാനം എല്ലാവർക്കും ഒരു സ്വർഗ്ഗമല്ലേ കിട്ടണത്, പിന്നെ എന്തിനാണ് ഇത്ര നമ്മൾ മാട്ടെ കിടന്ന് നെഞ്ചുകളെ എന്തിനാണെന്ന് ചോദിക്കും. എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ അല്ല, അവനവനെ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമാണെന്ന് നമ്മുടെ 1 കൊറിന്ത്യസ് 15:41 തിരുവചനം പറയുന്നുണ്ട്. നമ്മളെല്ലാം നിത്യത അനുഭവിക്കുന്നത് അവനവൻ ആർജിക്കുന്ന കൃപയ്ക്ക് തുല്യമാണ്. ചില ചേട്ടത്തിമാർ 2-3 പ്രസവിക്കും, അവർ മക്കളൊക്കെ പഠിക്കും, അവർക്ക് ജോലി കിട്ടും, കുറച്ച് കഴിയുമ്പോൾ അവരും മരിക്കും, പിന്നെ മക്കളും മരിക്കും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഒരു കുഴപ്പമില്ല അവർക്ക്. അവർ വന്ന് ഈ ഭൂമിയിൽ വന്ന് അവരുടെ ജോലിയൊക്കെ ചെയ്ത് അവർ പോയി. പക്ഷേ വേറെ ഞാൻ മാരേക്കുളത്തൊരു ചേട്ടത്തിനെ കണ്ട്, ആ ചേട്ടത്തി മകനെയും പൊക്കിക്കൊണ്ട് വരുമ്പോൾ കർത്താവ് കുരിശ് വന്നുകൊണ്ട് തന്നെ അവനാണ് വന്നത്. അവന് ഓട്ടിസമാ, വേറെ അപസ്മാരമായ എല്ലാം കൂടിയാണ്. ഇതൊന്നുമല്ല, ഭ്രാന്തും ഉണ്ട് അവന്. ഒരു ദിവസം ഇവരെ ഈ എടുത്തിട്ട് അലക്കി, ഈ ചേട്ടത്തിനെ
അപ്പോൾ ഞാൻ എന്നിട്ട് ഇവർ അവരുടെയൊക്കെ പൊട്ടി വേദനിച്ച് വരികയാണ്, അച്ഛാ ഒന്ന് ഇറക്കി വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റിയത്? ഇവന് 5 രൂപ തിന്നാൻ കൊടുക്കാഞ്ഞിട്ട് എന്നെ തല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പച്ച നിറത്തിൽ 5 രൂപ കൊടുക്കണം അവന്. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ കൊടുക്കണം നമ്മൾ, വേറെ ഒന്നിനുമല്ല. അവരിങ്ങനെ ഒരു ഇടിക്ക് പ്രാന്തനെ പോലെ ചിരിക്കും. നമ്മൾക്കാണെങ്കിൽ ചില പാരക്കാരൻ്റെ തലക്കിടിക്കുക ചിരി കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ ചിരി ചോദിച്ചാൽ അവൻ അങ്ങനെ തന്നെ ഈ സാധനം തിന്നും. അപ്പം ചേട്ടത്തിൻ്റെ മുമ്പ് വെച്ച് ഒരു പ്രാവശ്യം അവന് 5 രൂപ കൊടുത്തില്ല, കിട്ടിയില്ല. ചേട്ടത്തി പാവപ്പെട്ട ചേട്ടത്തിയാണ്. അത് അവസാനം അവിടുത്തെ വീട്ടിൽ പോയി, മാരാക്കുളത്തിൽ വീട്ടിൽ പോയി കടം മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് 5 രൂപ. അപ്പം അവനോട് തിന്ന് ഒരു ദിവസം കടം മേടിക്കാൻ പറ്റില്ല, അവനെ തല്ലുകയും ചെയ്തു. ഈ സംഭവത്തിനെ ചുമന്നുകൊണ്ട് അവർ കുരിശ് നോക്കണം, അവർ നടക്കുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഇത്രയും വലിയ ഭാരം ചുമന്നിട്ടും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവർ ജീവിക്കണം, കണ്ടില്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കണത്. അപ്പം നിങ്ങളവർക്ക് വേണം സാധാരണ ഇവിടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുന്ന ആൾക്കാരും ഇതുപോലെ എക്സ്ട്രാ ഭാരം ചുമക്കുന്ന ആൾക്കാർ അവസാനം ഒരുപോലെ ഇരിക്കുമെങ്കിൽ പിന്നെ ദൈവം നീതിമാനാണെന്ന് പറയണത് എന്ത് വിഷയം? അതുകൊണ്ടാണ് 1 കൊരിന്ത്യസിൻ്റെ 15:41 പറയണത്, ആകാശത്ത് ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഇവ തമ്മിലും പ്രഭയ്ക്ക് വ്യത്യാസമുണ്ട്, അതുപോലെയാണ് ഉത്ഥാന സമയമെന്ന്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരേ പ്രകാശമാണ്? അല്ല. ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരേ പ്രകാശമാണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നക്ഷത്രങ്ങൾക്ക് തമ്മിലും പല വ്യത്യാസമുണ്ടെന്ന് പ്രകാശത്തിന്. അപ്പോൾ എൻ്റെ ദൈവപദം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഇത്തിരി പാടുള്ള സിലബസ് നമുക്ക് തന്ന്, ഇപ്പോൾ ഭർത്താവ് സംശയരോഗിയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അയാൾക്ക് പിടിക്കത്തില്ല, അയാളുടെ പെങ്ങന്മാരാ ഒക്കെ ചെയ്ത ആനക്കാര്യമായിട്ടുള്ള കെട്ടി എഴുന്ന് വിളിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഉറക്കത്തിൽ വരെ വിഷം കൊടുത്ത് കൊല്ലാൻ തോന്നിപ്പോയി. കുറേ ആൾക്കാരിപ്പോൾ കൊന്നല്ല അങ്ങനെ. അപ്പോൾ ഓരോ മനുഷ്യന്മാർ ചിന്തിക്കണതാണേ, അവരെ പൊറുതി മുട്ടിട്ട് ചിന്തിച്ച് പോകണതാണ്. അവർ ചിന്തിക്കണം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനുഷ്യനിങ്ങനെ ചിന്തിക്കേണ്ട കാലാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ചില ആൾക്കാർ മിണ്ടത്തില്ല. എന്താ കാര്യം? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ സിലബസ് ഞാൻ എഴുതണം, ഇത് IAMൻ്റെ പരീക്ഷയാണ് ഞാൻ എഴുതാൻ പോണത്, ഈ മനുഷ്യൻ മരിക്കണവരെ ഞാൻ അതുവരെ ഉണ്ടെങ്കിൽ ഈ കുരിശ് അതുവരെ അനുഭവിക്കണം. പക്ഷേ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഈ സംഭവം ടേക്കപ്പ് ചെയ്യും. ഈശോ എന്നിട്ട് ഈശോ എന്ത് ചെയ്യുമെന്നറിയാവോ? കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട് ഈ വിഷയത്തിനെല്ലാം. എന്ത് സംഭവിക്കുന്നു എന്നല്ല പ്രശ്നം, നമുക്കെങ്ങനെ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതെന്ന് വെച്ചാൽ അതിനൊരു അഭിഷേകമുണ്ട്. ദൈവത്തിലെ എന്നെ ശ്രമിക്കണം നിങ്ങൾ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഗ്രേസിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. കാര്യം നിങ്ങൾക്ക് എടുത്താൽ പോകാത്ത സംഭവമാണ് കൊണ്ടുപോകുന്നത്. മകൻ കഞ്ചാവാണ്, ഭർത്താവ് സംശയരോഗി, ഈ 2 കള്ളന്മാരുടെ ഇടയിൽ നമ്മുടെ ജീവിതം കുരിശിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എന്താ സംഭവിക്കുന്നത്? ഇതിന് കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്. കറസ്പോണ്ടിങ് ഗ്രേസ് നിങ്ങൾ ഈ 2 കള്ളന്മാരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി നടുക്ക് കുരിശ കിടന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. മറിച്ച് കർത്താവേ ഇതിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആന്തരിക ഗ്രേസ് ഉണ്ട്, അത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ വിഷയം മാറണത് ശരിക്കും. എന്നുവെച്ചാൽ അത്രയും കൃപയിൽ നമ്മൾ ഈ വിഷയം നമ്മളെ കർത്താവ് നീ അഗ്നിയിലൂടെ നടക്കുമെന്നല്ലേ പറഞ്ഞത്? 43:2 നീ അഗ്നിയിലൂടെ നടക്കും. എന്ത് സംഭവിക്കും? അപ്പോൾ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, വിഴുങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ല. ഏതെങ്കിലും കാലവശാൽ നിങ്ങളുടെ സിലബസ് കട്ടിയാണെങ്കിൽ, നിങ്ങൾ അഗ്നിയിലൂടെയാണ് നടക്കണമെങ്കിൽ അഗ്നി വിഴുങ്ങാത്ത അഭിഷേകത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അതിൻ്റെ അവകാശം നിങ്ങൾക്കുണ്ടെന്ന് എൻ്റെ അർത്ഥം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഞാൻ കടന്നു പോകുന്ന കാലങ്ങളിലെ പല അവസ്ഥകളിലും എനിക്ക് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ നാട് വിട്ടു പോകാൻ തോന്നും, ചിലപ്പോൾ മരിച്ചു കളയാൻ തോന്നും, ചിലപ്പോൾ ഭ്രാന്ത് വന്നെങ്കിലെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഇതിനെ അതിജീവിച്ചുകൊണ്ട് അതിവിശുദ്ധിയിലേക്കുള്ള അഭിഷേകത്താൽ എന്നെ നിറക്കണമേ. ശ്രുതികട്ടെ കപ്പാസിറ്റി എന്നൊരു സംഭവമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പ്രാപ്തി, ദൈവത്തിരുസന്നിധി പ്രാപ്തി കൂട്ടിയാൽ കാര്യങ്ങൾ ഒത്തിരി. ഇപ്പം നമ്മളുടെ പല പ്രശ്നങ്ങളുടെയും കാര്യം പ്രാപ്തി ഇല്ലാത്തതാണ്. ഇപ്പം എന്താ വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ആളില്ലേ, ലിസി എവിടെയാ സ്ഥലം?
ലിസി മുക്കന്നൂർ അല്ലേ, തൃശ്ശൂരാണ്. അപ്പോൾ ആ ചേച്ചിയുടെ വിഷയം എന്ന് വെച്ചാൽ ആ ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ പ്രശ്നം എന്താണ്? അക്കാമ സറണ്ടറായിട്ട്, പക്ഷേ അക്കാമയെ എൻ്റെ കാലഹരണപ്പെട്ടു പോയി. അതുകൊണ്ട് അവർക്ക് റിലീവിങ് ഓർഡർ കിട്ടത്തില്ല. അതുകൊണ്ട് നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്നാണ് ഫ്ലൈറ്റ്, ഇന്ന് ഫ്ലൈറ്റാണ്, 4 മണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതൊന്നും നടക്കത്തില്ല. പക്ഷേ അതേക്കാൾ ഉപരി അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എവിടെ നിന്നാണ്? വാടക താമസിക്കുമായിരുന്നു, വാടക വിട്ടു പോകുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അകത്ത് കയറാനും പറ്റത്തില്ല, 2 ആഴ്ച കഴിഞ്ഞ് നടക്കത്തുള്ളൂ. ഇങ്ങനെ അവർ നിന്ന് കത്തുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മകളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പോൾ എൻ്റെ മകളെ, കൃപാസനത്തിൻ്റെ മാതാവ് സഞ്ചാരി മാതാവാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറന്നിവിടെ എംബസി എത്തി. നീ നോക്കിക്കോ, 2 മിനിറ്റിൽ അമ്മ പറന്ന് എംബസി എത്തുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, 2 മിനിറ്റിനുള്ളിൽ ഇവർ അവിടെ സീനിയർ ഓഫീസേഴ്സിനൊക്കെ വിളിച്ച് എല്ലാവരും കൂടി വന്ന് സെറ്റാക്കി മാതാവ് നിന്ന് അത് ചെയ്ത്. എന്നിട്ട് ഇവർ പറഞ്ഞു നിങ്ങളങ്ങോട്ട് നേരെ പൊയ്ക്കോളൂ, പോകുന്ന വഴിക്ക് വിസ റിലീവിങ് ഓർഡർ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. വെച്ചാൽ സ്പീഡാണ്. പക്ഷേ അതല്ല, അവിടെ ഒരു പ്രഖ്യാപനമുണ്ട്. എന്താ പ്രശ്നം? നിന്ന് കത്തുമ്പോൾ ഒരു പ്രഖ്യാപനം, ബോധം കെട്ട് വീഴുകയല്ല. ഈ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ചങ്കിടിച്ച് വീഴും. പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ നോക്കും. പക്ഷേ ഈ പ്രാർത്ഥിച്ച പരിചയമില്ലാത്തവർ ഇതുപോലുള്ള മോശം ടൈമിൽ പ്രാർത്ഥിച്ച ഒക്കത്തുമില്ല. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നവരെ മിനിമം പ്രാർത്ഥന ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകണം. ഈ ലിസി ആ ടൈപ്പാണ്. അവർ മിനിമം പ്രാർത്ഥനാ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകണ കാരണം അവർക്ക് നല്ല ഉറപ്പാണ്.